ഹായ് ഗൈസ്, ഞാനിന്ന് മൈൻക്രാഫ്റ്റിനകത്ത് എങ്ങനെ ഒരു ട്രിപ്പ് ഡ്യൂപ്ലിക്കേറ്റർ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അപ്പം ഇത് സെർവേഴ്സിൽ വർക്ക് ചെയ്യുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ മിക്കവാറും വർക്ക് ചെയ്യും. നിങ്ങളുടെ കൂട്ടുകാരുടെ ആരുടെയും സെർവറിൽ കയറി നോക്കുക. ഞാൻ മുട്ടായൻസിനെ ടെസ്റ്റ് ചെയ്യാൻ നോക്കി, എന്നിട്ട് ഇത് ബ്രോക്കൺ ആയിരുന്നു. ഇപ്പം എന്തായാലും ഞാൻ ഡെമോ ചെയ്ത് കാണിച്ചു തരാം. ഇതുവഴി ഉള്ളിൽ കയറണം. ഈ ആർമർ സ്റ്റാറിന് ഇതൊക്കെ മൈൻഡ് ചെയ്യരുത്. ഇതിനുള്ളിൽ കയറിയിട്ട് ഇവിടെ നിൽക്കണം. ഇത് 35 എണ്ണം ഒരെണ്ണ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പം വീഡിയോയുടെ തുടക്കത്തിൽ ഒരെണ്ണം. ഇപ്പം ഈ ഫാം എങ്ങനെ നല്ല രീതിക്ക് വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇനി ഉണ്ടാക്കേണ്ട രീതിയിലും കാണിച്ചു. പിന്നെ അതിൻ്റെ റെൻഡർ ഡിസ്റ്റൻസ് കൂട്ടിയിട്ടിരിക്കുകയാണ്. നല്ല ഹൈ ആയി. സിംഗിൾ പ്ലെയർ ആയിട്ട് ഇത്രയ്ക്ക് ലാഗില്ല. നമുക്ക് ക്രിയേറ്റീവിലേക്ക് പോവാം. ആദ്യം ഒരു ആർമർ സ്റ്റാൻഡ്, ട്രിപ്പ് വയറുണ്ട്, സ്ട്രിങ് പിന്നെ വേണം. സ്ട്രിങ് ഉണ്ടെങ്കിൽ വലിയ വർക്ക് ചെയ്തുള്ളൂ. പിന്നെ ഇതൊന്ന് വേണം. ഇതല്ല, ഇത് വേണം, ഇതും വേണം. സ്ലാബ് എടുക്കണം. പിന്നെ ഇതിന് മുകളിൽ റെഡ് സ്റ്റോൺ ഉണ്ട്, ഇതും വേണം. പിന്നെ ഒരു വാട്ടർ ബക്കറ്റ്. അത്രയല്ല, ഉണ്ടാക്കി കാട്ടിത്തരാം. ആദ്യം ഇച്ചിരി മാറി ഉണ്ടാക്കിത്തരാം. ഇവിടെ വേണ്ട, സ്പേസ് ഇല്ല. ഇവിടെ ഉണ്ടാക്കാം. അപ്പം ആദ്യം നമുക്ക് ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുക, എന്നിട്ട് അതിൽ ഒരു ട്രിപ്പ് വയർ വെക്കുക. ഒരു ബ്ലോക്ക് കഴിഞ്ഞ് ഇത് രണ്ടാമത്തെ ബ്ലോക്ക്. ഇവിടെ ഒരു കുഴി വയ്ക്കുക. ഇവിടെ ഒരു ടെമ്പററി ബ്ലോക്ക് വെക്കുക. എന്നിട്ട് ഈ കുഴിക്കകത്ത് കയറിയിട്ട് ഇത് പൊടിച്ചിട്ട് ഇങ്ങനെ നോക്കി ഡൗൺവേർഡ്സ് ചെയ്യാൻ വെക്കുക. ഇതിൽ വാട്ടർ ലോഡ് ചെയ്യുക. ഇവിടെ സ്ലാബ് വെക്കുക. എന്നിട്ട് ഇവിടെ ഒരു അയൺ ഡോർ. ഇവിടെയായിരുന്നു നോക്കട്ടെ, അല്ല ഇവിടെ. ഇത് ഇവിടെയല്ല വെക്കേണ്ട, ഒരു ബ്ലോക്ക് ഗ്യാപ്പ് വന്നു. ഇതിൻ്റെ ബാക്ക് സൈഡ് വെക്കണം. ഇവിടെ പുറകെ ഇനി ഈ ട്രിപ്പ് ബാറിൻ്റെ നേരെ നോക്കിയിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുക. അറിയാതെ ഡ്രോപ്പ് ചെയ്ത് ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഭയങ്കര സിമ്പിൾ. എന്നിട്ട് ഇവിടെ റെഡ് സ്റ്റോൺ, ഇവിടെ എല്ലായിടത്തും റെഡ് സ്റ്റോൺ വെച്ചിട്ട് ഇവിടെ ഇത് വെക്കുക. എന്നിട്ട് ക്രൗച്ച് ചെയ്ത് ഈ ബ്ലോക്കിനോട് നോക്കിയിട്ട് ഒരു സ്ട്രിങ് വെക്കുക. ഫാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇത് റൺ ചെയ്യാൻ ഒരു ട്രിപ്പ് ഹുക്ക് വേണം. ഉണ്ടാക്കുമ്പോൾ ഒരെണ്ണം ഇടണം, രണ്ടെണ്ണം ഇടണം. ഞാൻ സർവറിലേക്ക് പോട്ടെ. അത് പീസ്ഫുൾ ആക്കണം, അല്ലെങ്കിൽ സോംബീസ് വന്നിട്ട് കൊല്ലാൻ നോക്കും. ഓക്കെ, ഇനി ഈ വെള്ളത്തിനകത്ത് കയറി ഇറക്കുക. ഡൂപ്പായി. ഇതാണ്, ഇത്ര സിമ്പിളുള്ള ഫാമാണിത്. ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, ഭയങ്കര ചീപ്പാണ്. ഇത് മിക്കവാറും പേപ്പർ സെർവറിൽ വർക്ക് ചെയ്യും, പക്ഷേ മുട്ടായൻസി പർപ്പറിലാണ്. ചിലപ്പോൾ അതിൽ വല്ല പാച്ചസും കൊണ്ടൊന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് സെർവറാണ്, നമ്മുടെ സിംഗിൾ പ്ലെയർ ഓടുന്നത്. നിങ്ങളെ ആരെങ്കിലും സെർവർ നടത്തണമെങ്കിൽ നിങ്ങളുടെ ഒരു സെർവർ ടെസ്റ്റ് ചെയ്യുക. നമ്മുടെ സെർവർ ഇപ്പോൾ ഓഫ്ലൈനായി കുറച്ച് ദിവസമായിട്ട്. അത് അതിൻ്റേതായ ഇഷ്യൂസ് കൊണ്ട് ഓഫ്ലൈനായിപ്പോയി.
ഇപ്പോഴാണ്ട് സർവറേ പോയെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അടുത്ത സീസണിന് വേണ്ടി റോൾ ഔട്ട് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. സെർവർ കിട്ടി, മാർച്ച് 28 വരും. സെർവർ കിട്ടിയിട്ടില്ല, ക്യൂവിലാണ്. അതെ, ക്യൂവിനെ കൊണ്ട് വയ്യ. അത് വരുമ്പോൾ നിങ്ങളെല്ലാവരും കയറി നല്ലോണം കളിച്ച് നോക്കുക. ഒരു RL ക്രാഫ്റ്റ് മോഡ് പാക്ക് പോലെ ആയിരിക്കും സെർവർ. അതെ, RL ക്രാഫ്റ്റ് പോലെ, പക്ഷെ വരില്ല മൈൻക്രാഫ്റ്റ് റണ്ണിങ്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരെ ടാറ്റ ബൈ ബൈ.